ബിഗ് ബോസ് സഹമത്സരാർത്ഥിയായ സുഹൃത്ത് തനിക്കെതിരെ കേസ് കൊടുത്തുവെന്ന് ബിഗ് ബോസ് സീസൺ 5 വിജയിയും സംവിധായകനുമായ അഖിൽ മാരാർ. ബിഗ് ബോസ് കപ്പ് കിട്ടാത്തതിനുള്ള വൈരാഗ്യം മൂലമാണ് തനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നതെന്ന് അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ ആരോപിക്കുന്നു. വ്യക്തിയുടെ പേര് പറയാതെയാണ് അഖിൽ മാരാരുടെ പ്രതികരണം. അതേസമയം കമന്റ് ബോക്സിൽ ശോഭാ വിശ്വനാഥിന്റെ പേര് പരാമർശിച്ചാണ് നിരവധി പേർ കമന്റ് ഇടുന്നത്. അഖിൽ മാരാരുടെ വാക്കുകൾ ഇങ്ങനെ: എനിക്കെതിരെ കേസ് കൊടുത്ത പ്രിയ സുഹൃത്തിനോട് ആരെന്തെങ്കിലും പറഞ്ഞാലും ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന എൻ്റെ സുഹൃത്തിനോട് കഴിഞ്ഞ വർഷം എനിക്കെതിരെ കേസ് കൊടുത്തത് എന്തായിരുന്നു? യുകെയിൽ പോയി വിവരക്കേട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണോ? ബിഗ് ബോസിൽ ഈ സീസണിൽ പോയിട്ട് വിവരക്കേട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണോ? ബിഗ് ബോസ് സീസൺ 5-ൽ ജനം ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കി തോൽപ്പിച്ചു വിട്ടത് എൻ്റെ കുഴപ്പമാണോ? ആദിവാസി ഫണ്ട് മോഷ്ടിച്ചു എന്ന ആരോപണം ഉന്നയിച്ചത് ഞാനാണോ? ഉന്നയിച്ച ആൾക്കെതിരെ എന്ത് നിയമ നടപടി സ്വീകരിച്ചു? എൻ്റെ പേര് പറഞ്ഞ് എനിക്ക് വോട്ട് നൽകിയ ജനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടാണ് സത്യങ്ങൾ എനിക്ക് പറയേണ്ടി വരുന്നത്. പല സത്യങ്ങളും ഇതുപോലെ ജനം അറിയും. സ്വയം നാറി സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വനിതാ വിനീത തിയേറ്ററിൽ പോയി റിവ്യൂ പറഞ്ഞാൽ മതി. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പകിൽമാർ പറയുന്നതും ഇങ്ങനെ: എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, കഴിഞ്ഞ ദിവസം എനിക്കെതിരെ സൈബർ പോലീസിൽ പരാതി കൊടുത്തു. അതാരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കപ്പ് കിട്ടാത്ത വിഷമത്തിൽ അന്നു മുതലുണ്ടായ പകയും വിദ്വേഷവും വെറുപ്പും എല്ലാം കൂടി കഴിഞ്ഞ വർഷം ഞാൻ പറയാത്ത കാര്യങ്ങൾ എനിക്കെതിരെ കേസ് കൊടുത്തു. ഇത്തവണ ഞാൻ സർക്കസായി പലതവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെ പിന്നെയും പരാതി കൊണ്ട് കൊടുത്തു. എന്തായാലും അത് കാരണം ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ആ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയാനുള്ളത്, ഞാൻ പേര് പോലും പറയാത്ത പറഞ്ഞതിന് എനിക്കെതിരെ കേസ് കൊടുക്കാൻ തോന്നിയ ആ മഹാമനസ്കതയും സ്നേഹവും ഒക്കെ ധന്യരാമൻ എന്ന് വിളിക്കുന്ന ദലിത് ആക്ടിവിസ്റ്റിൻ്റെ പേരും ഫോട്ടോയും വെച്ച് ആദിവാസികളെ 1,50,00,000 രൂപ ഫണ്ട് തട്ടിച്ച് പറഞ്ഞിട്ട് എന്ത് പരാതി കൊടുത്തിട്ട് എന്തായി എന്നാണ്. കുറഞ്ഞ പക്ഷം ഗുരുതരമായ ആരോപണം വന്നപ്പോൾ അതിനെതിരെ ഒരു നിയമ നടപടി പോലും സ്വീകരിക്കാതെ എനിക്കെതിരെ വ്യക്തിവിരോധം തീർക്കാൻ ദയവ് ചെയ്ത് കേരള സൈബർ പോലീസിനെ ഉപദ്രവിക്കരുത്. അവർക്ക് ഒരുപാട് പണികളുണ്ട്. എന്നെ വിളിച്ചു അവിടെ പോയി ഞാൻ കാര്യം സംസാരിച്ചു. ഇനി അതിൻ്റെ പേരിൽ എന്ത് നിയമ നടപടി വന്നാലും നേരിടാൻ തയ്യാറാണ്. ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ പങ്കെടുക്കുന്ന സമയത്ത് ജനങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും എന്ന് മനസ്സിലാക്കിയ ഒരു ബോധം വേണം. അത് പോസിറ്റീവ് ആകുന്നതും നെഗറ്റീവ് ആകുന്നതും എല്ലാം കയ്യിലിരിപ്പ് കൊണ്ടാണ്. കയ്യിലിരിപ്പ് കൊണ്ട് നെഗറ്റീവ് ആകുന്നത് എന്നുള്ളതിനെ മറ്റുള്ളവരെ പിടിച്ചിട്ട് കാര്യമില്ല എൻ്റെ സുഹൃത്ത്, മനസ്സിലാക്കുക. കേരളത്തിൽ നിങ്ങൾക്കെതിരെ പറയുന്ന ഓരോരുത്തർക്കും എതിരെ കേസ് കൊടുക്കാതെ ആദിവാസിയുടെ പേരിൽ 1,50,00,000 തട്ടിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണത്തിന് മറുപടി നൽകുക.